Good morning, children. Good morning, കാശിനാഥ്. എന്ത് പറ്റി രാവിലെ? വീഡിയോ സോറി ഒന്ന് അൺമ്യൂട്ട് ആക്കിയേ കാശിനാഥ്. അത് എനക്ക് സുഖമില്ലാത്തോണ്ട് ആശുപത്രിയിൽ ഇന്നലെ പോയേ. എന്നിട്ട് നേരെ തിരിച്ച് അമ്മയുടെ വീട്ടിലേക്കാ വന്നിനി. അമ്മക്ക് സുഖമില്ല, അതുകൊണ്ട് ഹിന്ദിയുടെ ബുക്ക് എടുത്തിട്ടാ. അയ്യോ, അതാണോ? ഹിന്ദിയുടെ ബുക്ക് എടുത്തില്ല? നമുക്ക് ആദ്യം വായിക്കാൻ പഠിക്കാം കേട്ടോ. വീട്ടിൽ പോയിട്ട് നോട്ട് ബുക്കിലോ അക്ഷരദീപത്തിലോ എഴുതണം. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? മിസ് കാണിച്ചു തരുമ്പോ റഫായിട്ടൊരു പേപ്പറിലോ സ്ലേറ്റ് ഉണ്ട് സ്ലേറ്റിലോ ഒന്ന് എഴുതണം കേട്ടോ. പേപ്പർ ഉണ്ടോ അവിടെ? റഫ് ബുക്ക് ഉണ്ടെങ്കിൽ റഫ് ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ ഒരു പെൻസിലോ എടുത്തിട്ട് ഇരിക്കണം കേട്ടോ. നമുക്ക് ബുക്കൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം ക്ലാസ്സില് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്നുണ്ടല്ലോ, ഇന്ന് മിസ് 2 പീരീഡ് എടുക്കും. ആദ്യം തന്നെ നിങ്ങളോട് പറയാം, ഇന്ന് മിസ് 2 പീരീഡ് എടുക്കും. രാവിലെ വൈകുന്നേരം ഉണ്ടല്ലോ നമുക്ക് ക്ലാസ്. ഇപ്പം അക്ഷരങ്ങൾ ഇന്ന് കൂടും. അപ്പൊ എന്താ ചെയ്യണ്ടേ? മിസ് ഇപ്പൊ എടുക്കുന്ന ക്ലാസ്സിലെ അക്ഷരങ്ങൾ ഇപ്പം തന്നെ എഴുതി പോസ്റ്റ് ചെയ്യണം. ചായ കുടിച്ചെന്നല്ലേ പറഞ്ഞത്? കുടിച്ചില്ലെങ്കിൽ കുറച്ച് ചായയൊക്കെ കുടിച്ച് മിസ് ഇപ്പൊ തരുന്ന അക്ഷരങ്ങൾ ഇപ്പൊ തന്നെ എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇടണം. അപ്പൊ ഗ്രൂപ്പിൽ ഇടുമ്പോ മിസ് നോക്കും ആരൊക്കെ എഴുതിയിട്ടില്ലാന്ന്. മിസ് ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ ക്ലാസ് കഴിഞ്ഞ പാടെ, അപ്പൊ നോക്കും ആരൊക്കെ എഴുതിയിട്ടില്ലാന്ന്. അപ്പം ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങള് മിസ് പറയുന്ന അക്ഷരങ്ങള് എഴുതി പോസ്റ്റ് ചെയ്യണം. നാളത്തേക്ക് വെക്കാനല്ല, ഇപ്പൊ 4 മണിക്ക് മുമ്പായിട്ട്. ഓക്കെ. കുറേ പേര് ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ അതൊക്കെ പിന്നീട് എഴുതാം. ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞ പാടെ, വേറെ ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾ തന്നെ എഴുതണം കേട്ടോ. All of you take your textbook. എടുത്തേ, ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 8. പേജ് നമ്പർ 8. ഏതാണ് അക്ഷരം? വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങുവാണ് അല്ലേ? ഒന്നുകൂടെ വായിച്ചു തരാം മിസ്, ശ്രദ്ധിച്ചിരിക്കാം. കാ സേ കബൂത്തർ, കാ സേ കമൽ, കാ സേ കലശ്, ഖാ സേ ഖരൽ, ഖാ സേ ഖടിയ, ഖാ സേ ഖർഗോശ്, गा से गमला, गा से गज, गा से गणेश, खा से खड़ा, खा से खर, खा से खड़ी. കൈവിരലോട്ട് തൊട്ട് വായിക്കണം കേട്ടോ. അക്ഷരം ഏതാന്ന് അറിയണ്ടേ? നമുക്ക് തിരിച്ചറിയണ്ടേ അക്ഷരം ഏതാന്ന്? ച, ചാ സേ ചടായി, ചാ സേ ചമ്മച്ച്, ചാ സേ ചർഖ, छा से छड़ी, छा से छन्नी, छा से छतरी. जा, जा से जिग, जा से जलेबी, जा से जहाज. छा, छा से छबला, छा से छरना, छा से छंडा. ഞാ കണ്ടോ? ഞാൻ കണ്ടോ എവിടെയാ ഇരിക്കുന്നേന്ന്? അതിനെ വായിക്കാതെ പോകരുത് കേട്ടോ, പാവല്ലേ, ഒറ്റയ്ക്കായി പോയി അല്ലേ. ഞാ ടാ, ടാ സേ ടമാറ്റർ, ടാ സേ ടബ്, ടാ സേ ടംടം. എഡ്വിൻ ജോസഫ്, അന്ന ഗ്രേസ്, നെയ്ജൽ, മസ്ലോബ. ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. നിങ്ങൾ കാണാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ കാണുമ്പോഴാണ് മിസ്സിന് പഠിപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നത്. കാണണം, എല്ലാരും വീഡിയോ ഓൺ ചെയ്യേ. ഏതാണ് അടുത്ത അക്ഷരം? ഠ. ടാ വായിച്ചില്ലേ നമ്മള്? ടാ സേ ടമാറ്റർ,
ട സേ ടബ് ട സേ ടം ടം. അടുത്ത അക്ഷരം ഏതാണ്? കുറച്ച് ഉറപ്പിൽ പറയണം അല്ലേ? ഠ. ഠ സേ ഠേല ഠ സേ ഠടേര ഠ സേ ഠപ്പ. നെക്സ്റ്റ് ഡ. ഡ സേ ഡമരു ഡ സേ ഡഫലി ഡ സേ ഡാക്കിയ. ഠ സേ ഠോലക് ഠ സേ ഠക്ന ഠ സേ ഠാൽ. നെക്സ്റ്റ് ന. അടുത്ത അക്ഷരം ഏതാണ്? ത. ത സേ തബ്ല ത സേ തരാജു ത സേ തൽവാർ. നെക്സ്റ്റ് കുറച്ച് ഉറപ്പിൽ പറയണം അല്ലെ? എങ്ങനെയാണ്? ഥ. ഥ സേ തെർമസ്. ഷിസ ഫാത്തിമ, വേർ ഈസ് യുവർ ബുക്ക്? ഷിസ, ബുക്ക് എവിടെ? നസീം മുഹമ്മദ്, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ശ്രദ്ധിച്ചിരിക്കേ, ബോറടിക്കുന്നുണ്ടോ രാവിലെ തന്നെ? അടുത്ത അക്ഷരം ഏതാണ്? ഥ. ഥ സേ തെർമസ് ഥ സേ തൈല ഥ സേ ധൻ. അടുത്ത അക്ഷരം ഏതാണ്? മിസ് ഇടയ്ക്ക് ചോദിക്കും അടുത്ത അക്ഷരം ഏതാണെന്ന്. അപ്പൊ നിങ്ങൾ അവിടെ നോക്കാതിരുന്നാൽ കിട്ടില്ല. ദ സേ ദർജി ദ സേ ദവാത് ദ സേ ദർവാജ. ഥ എങ്ങനെയാ വായിക്കേണ്ടത്? ഉറപ്പിൽ വായിക്കണം. ഥ. ഥ സേ ധൻ ഥ സേ ധനുഷ് ഥ സേ ധോബി. ന. ന സേ നദി ന സേ നട് ന സേ നൽ. നെക്സ്റ്റ് പ. പ സേ പലം പ സേ പങ്ഖ പ സേ പതംഗ്. നമ്മളിത് പഠിച്ചിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചോ ഇത്? യെസ്. നെക്സ്റ്റ് ഏതാണ്? ഫ. ഏതാണ്? ഫ. ഫ സേ ഫർസ ഫ സേ ഫൽ ഫ സേ ഫൂൽ. പ പഠിച്ചിരുന്നോ നമ്മള്? ഇല്ല, പഠിച്ചിട്ടില്ല. അപ്പൊ ഇതൊന്ന് വായിക്കാനാ പഠിപ്പിച്ച ഇപ്പൊ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് പ. ഏതാക്ഷരം അവിടെ? പ. പ മലയാളത്തിൽ പഠിച്ചിട്ടില്ലേ വ്യഞ്ജനാക്ഷരം പ? അതാണ്. പ സേ പലക് പ സേ പങ്ഖ പ സേ പതംഗ്. Once more. പ സേ പലക്. ഏതാ അക്ഷരം അത്? പ. പ സേ പങ്ഖ പ സേ പതംഗ്. Once more. പ സേ പലക്. സ്പീഡിൽ വായിക്കണേ. പ സേ പങ്ഖ പ സേ പതംഗ്. നെക്സ്റ്റ് ഫ. ഏതാ അടുത്ത അക്ഷരം? ഫ. പറഞ്ഞേ, ഫ എന്ന് പറഞ്ഞേ. ഫ. ഫയാണ് കേട്ടോ. ഫ. ഫ സേ ഫർസ. Once more. ഫ സേ ഫർസ. ഫ സേ ഫൽ. ഫ സേ ഫൂൽ. Once more. ഫ സേ ഫർസ ഫ സേ ഫൽ ഫ സേ ഫൂൽ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ കുറേ വാക്കുകൾ പരിചയപ്പെട്ടു അല്ലേ? ഇപ്പൊ ആദ്യത്തെ അക്ഷരം എന്താണ്?
പ അല്ലെ? പ ചേർത്തിട്ട് കണ്ടോ 3 വാക്കുകൾ അവിടെ ഉണ്ട്, 3 പിക്ചറും കൊടുത്തിട്ടുണ്ട്. എന്താണ്? പലങ്ക്. എന്താണ് പലങ്ക് എന്ന് പറഞ്ഞാല്? എന്താ നിങ്ങൾ അവിടെ കാണുന്നത്? ഒരു കട്ടിലും ഒരു ബെഡൊക്കെ കാണുന്നുണ്ട് അല്ലേ? ആ, കോട്ട്. പലങ്ക് എന്ന് പറഞ്ഞാല് കട്ടില്. പലങ്ക് മീൻസ് കോട്ട്. പറഞ്ഞേ പലങ്ക്. എന്താണ്? പലങ്ക്. നെക്സ്റ്റ് നോക്കിയേ, പാസേ പങ്ക. നമ്മള് ഇപ്പോഴല്ലേ ഫാൻ എന്ന് പറയുന്നത്, പണ്ടൊക്കെ അതിന് പങ്കാന്നാ പറയാ. എന്തിനാ നമുക്ക് ഫാൻ? പറഞ്ഞേ ഗൗരി എന്താ? ഗൗരി എന്തിനാ ഫാൻ? എന്തിനാ നമുക്ക്? ചൂടെടുക്കുമ്പോ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടല്ലേ? അതാണ്. അറിയോ നോക്കാൻ വേണ്ടിട്ടായിരുന്നു. ഗൗരി നന്ദ പോയോ? റേഞ്ച് കുറവാണ്. വൈഷ്ണവ് റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. അവിനാഷ്, വൈഷ്ണവിന് റേഞ്ച് പ്രശ്നമുണ്ടോ? ഇല്ല. വൈഷ്ണവ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. വൈഷ്ണവ് അൺമ്യൂട്ട് ചെയ്തേ. ആ, ഹായ് വൈഷ്ണവ്. ഹായ്. ഇവിടെ നോക്കി മോനെ, ഇത് എന്തിനാ നമുക്ക് ഫാൻ? എന്തിനാ? കാറ്റ് കൊള്ളാൻ. ആ, മനസ്സിലായി. അടുത്ത നോക്കി വൈഷ്ണവേ, പതങ്ക്. പതങ്ക് കണ്ടിട്ടുണ്ടോ വൈഷ്ണവ്? എന്താണ്? കൈറ്റ്. പട്ടം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ആ, ഇന്ന് എല്ലാരും എന്താ ചെയ്യണ്ടെന്നറിയോ വൈഷ്ണവേ? വൈഷ്ണവ് കേൾക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്ക, നമ്മൾ വീട്ടിലെല്ലാവരും പട്ടം ഉണ്ടാക്കണം ഇന്ന്. ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് അമ്മയോട് പറയണം, നിങ്ങൾ കത്രിക എടുക്കരുത്, അമ്മയോട് പറയണം പട്ടം എങ്ങനെയാന്ന് മുറിച്ച് തരാൻ പറയണം. എന്താണ് പതങ്ക് എന്ന് പറഞ്ഞാല്? കൈറ്റ്, പട്ടം. പറയില്ലേ? മിക്കവാറും അമ്മ ഇന്ന് മിസ്സിനെ വഴക്ക് പറയുന്നുണ്ടാവും. അവളെ പേപ്പർ മുഴുവൻ വലിച്ചു പറിച്ച് കീറിയിട്ടിട്ട് റൂമൊക്കെ വൃത്തികേടാക്കി ഇടുന്നു അല്ലേ? എന്നാലും സാരമില്ല, നമുക്കൊരു കൈറ്റ് ഉണ്ടാക്കണം ഇന്ന്, ഒരു പതങ്ക് ഉണ്ടാക്കണം. മിസ് ലാസ്റ്റ് ക്ലാസ്സിൽ വരില്ലേ 4 മണിക്കത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ്? അപ്പൊ ഒരു കുഞ്ഞു കൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വരണം ക്ലാസ്സിൽ കേട്ടോ. ചെയ്യുവോ? ഇനി അതിനു വേണ്ടി വഴക്കായിരിക്കും അല്ലേ? ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മിസ് പറ്റുന്നവര് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലായാലും മതി ഒരു കൈറ്റ് ഉണ്ടാക്കാൻ. പറ്റും. ഇപ്പൊ എന്താ പതങ്ക് എന്ന് പറഞ്ഞാല്? കൈറ്റ് അല്ലേ? എങ്ങനെ പട്ടം പറന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ പതങ്കിന്റെ അറ്റത്തൊരു നൂലൊക്കെ കെട്ടിട്ട് ഇങ്ങനെ ആകാശത്തൂടെ പറത്തണം അല്ലേ? അതിന്റെ എന്താണ്, നൂല് കയ്യെ പിടിച്ചിട്ട് പട്ടം ഇങ്ങനെ പറന്ന് കാണാൻ നല്ല ഭംഗിയില്ലേ? അതാണ്. അപ്പൊ ഒന്ന് കൈറ്റൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചവിടെ. പാസേ പലം, പാസേ പങ്ക, പാസേ പതങ്ക്. പാർവണ എന്താണത്? അൺമ്യൂട്ട് ചെയ്തേ. പട്ടം. പാർവണ പറഞ്ഞേ, എന്താണിത്? പട്ടം. ആ, പട്ടത്തിന് എന്താണ് ഹിന്ദിയിൽ പറയാ? പതങ്ക്. പതങ്ക്. എന്താണ്? പതങ്ക്. പതങ്ക്. കണ്ടോ? പാർവണയുടെ കയ്യിലുണ്ട് ഒരു കൈറ്റ്, ഒരു പതങ്കുണ്ട് പാർവണയുടെ കയ്യില്. അപ്പൊ അതെന്താ ചെയ്യണ്ടേ? അതിന്റെ അറ്റത്ത് ഒരു നൂല് കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ പറത്തണം അല്ലെ? ആ നൂല് കയ്യെ പിടിച്ച് നമ്മൾ ഭംഗിയാ കാണുന്നത്. എല്ലാരും ഒന്ന് നോക്കണം കേട്ടോ, ചെയ്ത് നോക്കാം. ഓക്കെ, നന്നായിട്ടുണ്ട് പാർവണ. നെക്സ്റ്റ് ഫ അല്ലെ? ഫാസേ ഫർസ. എത്ര പേരുടെ വീട്ടിലുണ്ട് ഫർസ? എന്താ ഫർസ എന്ന് പറഞ്ഞാല്?
ആക്സ് അല്ലെ, എന്താ നമ്മൾ പറയാ, മഴു എന്നൊക്കെ പറയും അല്ലെ, കോടാലി എന്നൊക്കെ പറയും, അതാണ് അല്ലെ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടോ? എന്തിനാ നമുക്ക് ഈ ആക്സ് ഫർസ എന്തിനാണ്? കാശിനാഥ് പറയുന്നുണ്ടോ? എന്തിനാ ഫർസ എന്തിനാണ്? കൊത്താൻ. എന്ത് കൊത്താൻ? വിറക് കീറാൻ അല്ലെ, നമുക്ക് വിറക് കീറാനും മരം മുറിക്കാനൊക്കെയാണ്. മരം എന്റെ അച്ഛന്റെ അടുത്തുണ്ട്. ഉണ്ടല്ലേ. അപ്പം മരം മുറിക്കാനൊക്കെ, മരം വെട്ടാനൊക്കെ നമുക്ക് ഫർസ വേണ്ടത് അല്ലെ, കോടാലി എന്ന് പറയും, അല്ലെങ്കിൽ മഴു എന്നൊക്കെ പറയും നമ്മളല്ലേ, അതാണത് ഫർസ. ഫാസെ ഫർസ പറഞ്ഞേ. നെക്സ്റ്റ് നോക്കിയേ, ഫാസെ ഫൽ. ആഹാ, എന്തൊക്കെയാണെന്ന് നോക്കിയേ. അങ്കൂർ, സേബ്, ആം, കേല അല്ലെ, എല്ലാം എന്താണ്? വെജിറ്റബിൾസ് അല്ലേ എല്ലാം? ഇതെല്ലാം വെജിറ്റബിൾസ് അല്ലേ? അല്ല, ഇതൊക്കെ എന്താണ്? ഫ്രൂട്ട്സ് ആണ്. ഫൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട്സ്, പഴങ്ങൾ അല്ലെ. ഇതിൽ ഏതാ നമുക്ക് ഇഷ്ടം? ലക്ഷ്മി അഭിലാഷിന് എന്താണ് ഇഷ്ടം? കേല എന്ന് പറഞ്ഞാൽ എന്താണ്? ബനാന. സേബ്, ആപ്പിൾ, അങ്കൂർ, ഗ്രേപ്സ്, മാംഗോ. ലക്ഷ്മി, ഇതിൽ ഏത് ഫല്ലാണ് ലക്ഷ്മിക്ക് ഇഷ്ടം? ഹിന്ദിയിൽ പറയണം, ഹിന്ദിയിൽ പറയണം. ഏത് ഫല്ലാണ് ഇഷ്ടം? ഇതൊന്നും അവൾക്ക് ഇഷ്ടമില്ല. വേറെ ഏതാണ്? ഏതാണെന്ന് പറ. ഇംഗ്ലീഷ് പറഞ്ഞാലും മതി, കുഴപ്പമില്ല, പറഞ്ഞു. ഏതാണ് പറ. ആപ്പിള്. ആപ്പിള്. ഓക്കെ. അവിനാശിന് ഏതാണ് ഇഷ്ടം? എല്ലാരും നോക്കി വെച്ച ഏതാ ഇഷ്ടം? അവിനാശിന് ഏതാണ് ഇഷ്ടം? അങ്ങോട്ടായിട്ടില്ല, അൺമ്യൂട്ട് ചെയ്യേ. മാംഗോ. മാംഗോക്ക് എന്താണ് ഹിന്ദിയിൽ പറയാ? ആസേ ആം. അവിനാശേ, അവിനാശിന്റെ ഹോംവർക്ക് ഫുള്ളായിട്ട് മിസ്സിന് കിട്ടിയിട്ടില്ല. എപ്പോ ചെയ്യും? ഇന്ന് ചെയ്തിടുവോ? ഓക്കെ. ഗ്രൂപ്പില് ഓക്കെ എഴുതിയത് പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ് പഠിച്ചത്? ഫാസെ ഫൽ അല്ലേ. ഫൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട്സ്, പഴങ്ങൾ. നെക്സ്റ്റ് നോക്കിയേ, ഫാസെ ഫൂൽ. കണ്ടോ, അവിടെ വിടർന്ന് നിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ മുഖം പോലെയുണ്ട്, നല്ല വിടർന്ന് നിൽക്കുന്നേ, നല്ല ഭംഗിയുള്ളൊരു മുഖം പോലെ ഉണ്ട് അല്ലേ. ഒരു ഫ്ലവർ വിടർന്ന് നിൽക്കുക. എന്ത് ഫ്ലവർ അത്? സൺഫ്ലവർ ആണ്, സൂര്യകാന്തി അല്ലേ. അത് അവിടെ ഫൂൽ എന്ന് കൊടുത്തിരിക്കുന്നത്. ഫാസെ ഫൂൽ. എന്താണ് ഫൂൽ എന്ന് പറഞ്ഞാല്? പൂവ്. ഒരു പൂവ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫൂൽ എന്ന് പറഞ്ഞാല് പൂവ്. ഇപ്പൊ ഒന്നുകൂടെ നോക്കിയേ. പാസെ പലം, പാസെ പങ്ക, പാസെ പദർ, പാസെ ഫർസ, പാസെ ഫൽ, പാസെ ഫൂൽ. ആയോ? വായിക്കാൻ പഠിച്ചോ? ഒന്നുകൂടെ വായിച്ചുതരാം. പാസെ പലം. എന്താ ജിയോണ തലയിൽ എന്താണ്? ആരാ തലയിലുള്ളത്? ഒന്ന് പറഞ്ഞേ ജിയോണ. അൺമ്യൂട്ട് ചെയ്തേ. മയക്കം ഇവിടെ. എന്താ നിന്റെ തലയിലുള്ളത്? മാറിക്കൊണ്ടിരിക്കുന്ന എവിടെ? അടങ്ങിയിരുന്നേ. ബുക്ക് എവിടെ നിന്റെ? അവിടെ ശ്രദ്ധിച്ചിരിക്കേ. ഒന്ന് വായിച്ചെന്ന് ജിയോണ നോക്കട്ടെ. അവിടെ ശ്രദ്ധിച്ചോ നോക്കട്ടെ. പാസെ പാസെ
ഇത്രയും നേരം? എവിടെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു? ഇവിടെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വൈകുന്നേരം, നല്ല അടി ഞാൻ തരുന്നുണ്ട് അവിടെ. എന്തെടുക്കും അവിടെ? ബുക്ക് എവിടെ നിന്റെ? കണ്ടോ അവള് ചിരിക്കുന്നു. ഇവിടെയുണ്ട്. അവിടെയുണ്ട്, ബുക്ക് അവിടെയുണ്ട്. എന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തു നോക്കാൻ വേണ്ടിട്ട്. നമ്മുടെ ഈശാൻ വായിച്ച് കേൾപ്പിക്കുന്ന കേട്ടോ ആ ജിയോണ. ഈശാൻ അൺമ്യൂട്ട് ചെയ്തേ. पासे पलंग, पासे पंगा, पासे पतंग, വെരി ഗുഡ്. ഫാസെ. ഈശാൻ ഒന്നുകൂടെ വായിച്ചു. पासे ഫാസെ पासे पासे फल, पासे फूल. വെരി ഗുഡ്. ഇങ്ങനെ വേണം വായിക്കാൻ. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ കിട്ടുള്ളൂ ഇങ്ങനെ വായിക്കാൻ. ജിയോണനെ വൈകുന്നേരം കാണുന്നുണ്ട് മിസ്. നല്ല വഴി എടുത്തിട്ട് ഞാൻ വരും അങ്ങോട്ട്. അപ്പൊ നമുക്കിതൊന്ന് എഴുതി പഠിക്കണ്ടേ? വേണം. അപ്പൊ എങ്ങനെ എഴുതുക? അക്ഷരദീപം എടുത്തിട്ടുണ്ടോ എല്ലാരും? അല്ലെങ്കിൽ ഒരു ബുക്കോ സ്ലേറ്റോ എടുത്ത് മുമ്പിൽ വെക്കുക. മിസ് കാണിച്ചു തരാം അത് എങ്ങനെയാ എഴുതാന്ന്. അപ്പം കുറേ പേർക്ക് അക്ഷരങ്ങൾ എങ്ങനെയാ അതിന്റെ ലിപി എന്ന് അറിയുന്നില്ല അല്ലെ? മിസ് കാണിച്ചു തന്നാൽ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഈ മിസ് കാണിച്ചു തരുന്ന പോലെ എഴുതിയാൽ ഇത് ബുദ്ധിമുട്ട് വരില്ല. എങ്ങനെ, എവിടെ തുടങ്ങണം ആദ്യം? ഫസ്റ്റ് പാ എഴുതുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഒരു യു പോലെ എഴുതി നമ്മള്, അല്ലേ? മിസ് ഈസി ആയ വഴി കാണിച്ചു തരുവാണ്. എന്നിട്ട് അതിന്റെ മുകളിലെത്തി അതിലൂടെ തന്നെ താഴോട്ട് വരണം. കണ്ടോ? ഇതാണ് പാ. ഇങ്ങനെയാണ് പാ എഴുതുക. കണ്ടോ? ഈസി അല്ലേ? ഓക്കെ. വെരി ഗുഡ് ഇഷാൻ, ഗുഡ്. അപ്പം പാ എഴുതാൻ ബുദ്ധിമുട്ടില്ല. അപ്പം അക്ഷരദീപത്തിൽ എഴുതണം. നോട്ട് ബുക്കില് ഒരു 5 പ്രാവശ്യം കൂടി എഴുതണം. ഒരു ഹാഫ് പേജ് എഴുതിയാൽ മതി കേട്ടോ. ഫസ്റ്റ് ഇതുപോലെ യു പോലെ എഴുതുക. രണ്ടാമത് മുകളിലോട്ട് വന്നിട്ട് അതിലൂടെ തന്നെ താഴോട്ട് വരയ്ക്കുക. മൂന്നാമതായിട്ട് യു എഴുതി താഴോട്ട് വരച്ചു. ലാസ്റ്റ് മുകളിൽ നേരെ വരയ്ക്കാം. ഇതാണ് പ. പാസെ പലം, പാസെ പങ്ക, പാസെ പതംഗ്. ഇങ്ങനെ വേണം എഴുതാൻ. അല്ലാതെ നിങ്ങൾ ആദ്യം തന്നെ മുകളിൽ വരച്ചു, ഒരു വണ്ണ് വരച്ചു, നേരെ തിരിച്ചെഴുതി ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. ഇതാണ് ഇതിന്റെ ലിപി കേട്ടോ. ഇങ്ങനെ തന്നെ എഴുതണം. ചില കുട്ടികൾ നേരെ തല തിരിച്ചെഴുതുന്നവരുണ്ട്. ഓക്കെ. പാ എഴുതാൻ പഠിച്ചു അല്ലേ? ഇവിടെ എന്താ ചെയ്യണ്ടേ? അക്ഷരദീപത്തില് ഇന്നത്തെ ഡേറ്റ് ഇടണം. അതുപോലെ നോട്ട് ബുക്കിൽ ഇന്നത്തെ ഡേറ്റ് ഇടുക. ഹോംവർക്ക് ഒന്ന് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് എന്താ പഠിച്ച നമ്മള്? ഫ. എങ്ങനെയാ ഫ എഴുതുക? മിസ് ഈസി ആയിട്ട് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കിക്കോ. ഫസ്റ്റ് അതുപോലെ പാ എഴുതുന്ന പോലെ എഴുതുക. ഇങ്ങനെ എഴുതി, കണ്ടോ? അക്ഷരദീപത്തിൽ ഫ എന്ന പേജ് എടുക്കുക. എന്നിട്ട് അതില് അല്ലെങ്കിൽ റഫ് ബുക്കില് റഫ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് പാ എഴുതുന്ന പോലെ എഴുതി. രണ്ടാമത് താഴോട്ട് വരയ്ക്കണം അല്ലെ? പാ എഴുതി നമ്മള് ആ പാ പോലെ എഴുതുക. രണ്ടാമതായിട്ട് പാ എഴുതിയതിന് ശേഷം ഇങ്ങോട്ട് വരണം അല്ലേ? ഇപ്പുറത്തെ സൈഡിലോട്ടും വരണം. അപ്പം ഇങ്ങനെ വളഞ്ഞിട്ട് എഴുതാം. ഫ. ഓക്കെ. ഞാൻ എഴുതി കഴിഞ്ഞു. എഴുതിയവര് മിസ്സിനെ ഒന്ന് കാണിച്ചോ? പേരൻസ് ശ്രദ്ധിക്കുക. ഒന്ന് നിങ്ങൾക്ക് ക്രയോൺസ് അല്ലെങ്കിൽ സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ റഫ് ആയിട്ട് ഒന്ന് കുട്ടികൾക്ക് എഴുതുമ്പോൾ അവർക്കൊരു രസമായിട്ട് തോന്നും. അത് അങ്ങനെ കൈ കൊടുക്കുവാണെങ്കിൽ, അത് അക്ഷരദീപത്തിലല്ല, റഫ് ആയിട്ട് എഴുതുമ്പോൾ ഒന്ന് ക്രയോൺസോ സ്കെച്ച് പേനയോ കൊടുക്കുവാണെങ്കിൽ അവർക്കതൊരു രസമായിട്ട് വരാം. അപ്പം ഇങ്ങനെയാണ് പാ എഴുതുക. പാ എഴുതുന്ന പോലെ എഴുതി. എന്നിട്ടിങ്ങനെ ശരിക്കും ഇതിന്റെ ലിപി എങ്ങനെയാന്ന് വെച്ചാൽ 1 എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴുതുകയാണ് ചെയ്യുന്നത്. കുറച്ചൊരു ടഫ് ആയിരിക്കും. ഇങ്ങനെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ. ഈസിയാണ്. നിങ്ങൾ എഴുതാൻ പഠിക്കും, പെട്ടെന്ന് പഠിക്കും.
ഇതാണ് ഫ. മലയാളത്തിൽ എങ്ങനെയാ ഫ എഴുതുന്നത് കണ്ടോ? ഇതാണ് ഫ. ഈ അക്ഷരങ്ങള് പായും ഫായും ആണ്. ചിലവര് പ ഇബ എന്നൊക്കെ പറയുന്നുണ്ട്. ഇബായ ഒന്നും അല്ലാതെ അതിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? ഫ. അത് ഉച്ചരിക്കേണ്ടത് ഫ എന്നാണ്. ഫർസ, ഫൽ, ഫൂൽ. ഓക്കെ. ഈ പായും ഫായും ഈ രണ്ട് അക്ഷരമാണ് എഴുതുന്നത്. നോട്ട് ബുക്കിൽ എഴുതുമ്പോ ഹാഫ് പേജ് വെച്ച് എഴുതിയാൽ മതി. ഫ എഴുതുക ഒരു ഹാഫ് പേജ്, അതിന്റെ താഴെ ഫ എഴുതുക. അത് 5 പ്രാവശ്യം വേണം. നല്ല വൃത്തിയായിട്ട് എഴുതണം. അതിന്റെ ഇടയിലൂടെ ലൈൻ വരച്ചിട്ടുണ്ടാവണം. അക്ഷരരൂപത്തിൽ ഫുള്ളായിട്ട് എഴുതണം. അപ്പൊ ഇത് എപ്പോ എഴുതി കാണിക്കണം എന്നാ പറഞ്ഞത്? ഈ പീരീഡ് കഴിഞ്ഞ് ചായ കുടിക്കാത്തവര് ചായ ഒക്കെ കുടിച്ച് 4 മണിക്ക് മുമ്പായിട്ട് എഴുതണം. മിസ് ഇവിടെ പേര് എഴുതി വെക്കുന്നുണ്ട്. 4 മണിയാകുമ്പോൾ ഞാൻ പേര് വിളിക്കും, എഴുതാത്തവരുടെ പേര്. ഇപ്പം കഴിഞ്ഞ ദിവസം എഴുതാത്തത് ബാക്കി ഉണ്ടാവും അല്ലെ? അതൊക്കെ എന്താ ചെയ്യണ്ടേ? അത് ഇന്ന് എഴുതാൻ നിൽക്കണ്ട, ഇനി അത് നാളെ എഴുതുക. ഇന്ന് ഇപ്പൊ മിസ് പറഞ്ഞ കാര്യം എഴുതാം. അപ്പൊ ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ഇഷാൻ പ്രസന്റ് പറയണം കേട്ടോ. കാശിനാഥ്, അനയ, പാർവണ, ഇനോൺ ഉല്ലാസ്, സമജ്ന. സമജ്ന എഴുതി കണ്ടു മോളെ, കണ്ടു. ഗോഡ്വിൻ ഹോംവർക്ക് എഴുതി കാണിക്കും കേട്ടോ. ഗോഡ്വിൻ, അഭിരാമി, നെയ്ജൽ, ഷൻസ ഫാത്തിമ, അലോൺ, അമ്ന, ഗൗരി നന്ദ, ആരോമൽ, ഭവിക, ജിയോണ, വൈഷ്ണവ്, ആൻഡ്രോസ്, കൃഷ്ണ. വൈഷ്ണവെ ഒരു പ്രസന്റ് പറഞ്ഞേ. അൺമ്യൂട്ട് ഒന്നും ചെയ്യണ്ട, അവിടുന്ന് പ്രസന്റ് എന്ന് പറഞ്ഞാൽ മതി, കൈ കൊണ്ട് കാണിച്ചാൽ മതി. പ്രസന്റ് ടീച്ചർ എന്ന് പറഞ്ഞേ. കൃഷ്ണ. ഓക്കെ. അവേദ്യ, ക്രിസ്റ്റ ജോൺ, ലക്ഷ്മി. ലക്ഷ്മി കുട്ടി ഉറങ്ങിയോ? അവിനാഷ്. ലക്ഷ്മി ഹോംവർക്ക് ചെയ്യുന്നില്ലോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. നിന്റെ ഹോംവർക്ക് മാത്രം കിട്ടില്ല, നിന്റെയും ലക്ഷ്മിയുടെയും അവിനാഷിന്റെയും ഹോംവർക്ക് കുറെ കിട്ടാനുണ്ട് എനിക്ക്. ഞാൻ നസീം, അയോൺ സാബിൻ, എഡ്വിൻ ജോസഫ്, സർഗ, ജസ്വിൻ. അതുപോലെ ജസ്വിൻ ഹോംവർക്ക് ചെയ്യുന്നില്ലേ? മുഹമ്മദ് സിയാസ്, സിയാൻ. എഴുതില്ലേ ജസ്വിനെ? കാവ്യാമി, ജസ്വൽ, ആദിനാഥ്, ശ്യാമിൽ. മിസ് പേര് വിളിക്കാത്തവരുണ്ടോ ക്ലാസ്സില്? ഇല്ല, എല്ലാരും തന്നെ വിളിച്ചു. ശ്യാമിലിനെ വിളിച്ചു കേട്ടോ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എനിക്കൊന്ന് വായിച്ചു കേൾക്കണം. 4 മിനിറ്റ് ഉണ്ട് നമുക്ക്. ഇലോണുല്ലാസ്. ഓ, സർഗ സജിത് ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. पासे पलंग, पासे पंखा, पंखा, पासे पतंग, पासे पासे परसा, परसा, पासे फल, पासे फूल. फूल. वेरी गुड. नेक्स्ट अयोन साबिन.
Pangga. Padang. Ichre വായിച്ചു. Anna Grace. Okay, Anna Grace. Okay. വായിച്ചോ. Pass a fool. Full. Okay. Masleba, why are you crying? Masleba. എന്താണ് കരയുന്നത്? വെറുതെ ആക്ഷൻ കാണിച്ചതാ? മസ്ലാബ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. അൺമ്യൂട്ട് ചെയ്യ. അൺമ്യൂട്ട് ചെയ്യ മസ്ലോബ. Palang. Pase. Pangga. Pase. Padak. പതങ്ക്. ഓക്കെ. പാസേ ഫർസ. Pase. ഫർസ. Pasa. പാസേ. Pase. Pase full. വെരി ഗുഡ്. ഭാവയാമി. ഓൺലി 1 മിനിറ്റ്. ചിലപ്പോ സ്റ്റോപ്പ് ആയി പോവാം. ഭാവയാമി വായിക്കുന്നുണ്ടോ? അല്ലെ അടുത്ത ക്ലാസ്സിലാണോ? നെക്സ്റ്റ് ക്ലാസ്സിലാവാം കേട്ടോ. ഓക്കെ, ടൈം തീർന്നു നമ്മുടെ. ബൈ, സി യു നെക്സ്റ്റ് പീരീഡ്. ബൈ. ഗോൾവിൻ നന്നായിട്ടുണ്ടല്ലോ, നല്ല കണ്ണടയൊക്കെ വെച്ചിട്ട്. ബൈ. മമ്മൂട്ടിനെ പോലെ ഉണ്ട്.